സ്പൈഡർമാനെ കണ്ടിട്ടുണ്ടോ? പിങ്കിമോള് സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ചെമ്മേ കണ്ടിട്ടുണ്ട്. സിനിമയല്ല, നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും ഒന്ന് കണ്ണടച്ച് നിന്നെ സ്പൈഡർമാൻ ഇപ്പത്തെ കാണിച്ചു തരാം. അറബിയൊക്കെ അറിയോ? അതിന് ഒരു എളുപ്പ വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്ക്, ഇത് ചൂടുള്ള പുഴുങ്ങിയ മുട്ട, ഇത് ചൂടുള്ള പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്. ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വായിലിട്ടാ മതി. എന്നിട്ട് നമ്മൾ സംസാരിച്ചാലേ അറബിയാകും. അയ്യേ, അതെങ്ങനെ അറബിയാവുന്നേ? ഞാൻ കാണിച്ചു തരാം. അറിയില്ലെന്നോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിന്റെ പേരാണ് മോഷണം. മറ്റുള്ളവരുടെ സാധനങ്ങള് അവരറിയാതെ എടുത്തോണ്ട് വന്നാൽ അതിന്റെ പേരാണ് മോഷണം. പിങ്കിമോള് വലുതാവുമ്പോ വലിയ കള്ളിയാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. സോറി മമ്മി, പിങ്കിമോൾക്ക് അറിയില്ലായിരുന്നു. മമ്മി, എന്റെ ക്ലാസ്സിൽ ശ്രീനന്ദ ഉണ്ടല്ലോ. ശ്രീനന്ദ ഇന്ന് ഒരു മയിൽപ്പീലിയുടെ പൊട്ട കുത്തിക്കൊണ്ടുവന്നേ. എന്ത് രസായിരുന്നു അത് കാണാൻ. എനിക്കും അതുപോലെ മയിൽപ്പീലിയുടെ പൊട്ട തൊട്ട് തരുമോ? മയിൽപ്പീലിയുടെ പൊട്ടോ? അതെങ്ങനെ തൊടാനാണ്? ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. മമ്മി വെറുതെ ഒരു വര വരച്ചു തരാം. വര പോലത്തെ പൊട്ട ആർക്ക് വേണം? എനിക്ക് മയിൽപ്പീലിയുടെ പൊട്ട് മതി മമ്മി. എടാ, മയിൽപ്പീലിയൊക്കെ എങ്ങനെയാ നമ്മൾ നെറ്റിയിൽ വരച്ചു വെക്കാ? പിങ്കിമോള് കഞ്ഞി മയിൽപ്പീലി വരച്ച് കാണിച്ചു തരാം. വരച്ചിട്ട് വാ. മമ്മി ചമ്മി പോവല്ലോ അത് കാണുമ്പോ. മമ്മി മയിൽപ്പീലി വരച്ചല്ലോ. മമ്മി, ഇന്ന് ക്ലാസ്സിലെ ടീച്ചർ ഒരുപാട് റിഡിൽസ് ഒക്കെ ചോദിച്ചു. പിങ്കിമോൾ എല്ലാത്തിനും ശരിയുത്തരം പറഞ്ഞു. ആണോ? ഗുഡ് ഗേൾ. ടീച്ചറിനെ പിങ്കിമോളെ ഒരുപാട് ഇഷ്ടമായി. പിങ്കിമോൾക്ക് ഒരുപാട് റിഡിൽസ് ഒക്കെ അറിയാലോ. ആഹാ, മിടുക്കി. പിങ്കിമോൾ ചോദിക്കട്ടെ? എന്നാലൊരു റിഡില് മമ്മിയോടൊന്ന് ചോദിച്ചേ. മമ്മിക്ക് ഉത്തരം പറയാൻ പറ്റുമെന്നൊന്ന് നോക്കാലോ. മമ്മിക്ക് ഉത്തരം പറയാൻ പറ്റൂല. ചോദിക്കേ. എന്നാൽ അതൊന്ന് കാണണല്ലോ. ഞാൻ ചോദിക്കാം. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും. എന്താ? മമ്മിക്കറിയില്ല. അയ്യേ, ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാമെങ്കിലേ വേഗം കമന്റ് ഇട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും. ആരാ? ഹലോ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ കുറേ നാളായല്ലേ. സോറി കേട്ടോ, കുറച്ച് തിരക്കിലായി പോയി. ഞാനിപ്പോ ഒരു കുസൃതി ചോദ്യമായിട്ടാ വന്നിരിക്കുന്നേ. ചോദിക്കട്ടെ? അച്ഛന്റെ പേര് തെറ്റിപ്പോയി. അങ്ങനെയല്ല, അമ്മയുടെ പേര് 42, മകളുടെ പേര് 32, മകന്റെ പേര് 22. അങ്ങനെയാണെങ്കിലേ അച്ഛന്റെ വയസ്സ് എത്രയാ? ഒന്ന് പറഞ്ഞേ. വാ, പഠിക്കാം. കൊറേ ഹോംവർക്ക് ഉണ്ട്, വേഗം വാ. ഹോംവർക്ക് ഇപ്പൊ എഴുതാൻ പറ്റില്ല. പിങ്കിമോൾക്ക് ചങ്കുവേദനയാ. ചങ്കുവേദനയോ? എന്ത് ചങ്കുവേദന? ചങ്കുവേദന എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിനകത്തിരുന്ന് വല്ലാത്തൊരു വിഷമമാ.
വന്ന് വന്ന് ഇപ്പൊ പിങ്കിമോള് നല്ല മടിച്ചിയായിട്ടുണ്ട്. തൊണ്ടവേദന മാത്രല്ല പിങ്കുമോൾക്ക് തലവേദനയുമുണ്ട്. തലയ്ക്ക് നല്ല സുഖവും തോന്നുന്നില്ല. അതുകൊണ്ട് പിങ്കുമോൾ പിന്നെ എഴുതുന്നുള്ള ഹോംവർക്ക്. പിങ്കുമോള് നമുക്ക് കളിക്കാം. ഹായ് ജോജി വന്നല്ലോ. ജോജി, പിങ്കിമോൾക്കേ തലക്ക് നല്ല സുഖം തോന്നുന്നില്ല. നാളെ കളിക്കാം കേട്ടോ. എന്നാ പിന്നെ കളിക്കാം. പിങ്കുമോളെ കൂടി കളിക്കണില്ലേ ജോജി? പിങ്കുമോളുടെ തലക്ക് സുഖമില്ല. അമ്മയുടെയും മകളുടെയും മകന്റെയും പേരാണ് പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചത് എന്താ പറയ്. ഇങ്ങനെ ഉണ്ട കണ്ണു പിടിച്ച് നോക്കിയിരിക്കാതെ ആൻസർ പറഞ്ഞു. ഞാൻ ചോദിച്ചത് അച്ഛന്റെ വയസ്സ് എത്രയാണെന്നല്ലേ. അപ്പൊ എങ്ങനെയാ 52 വരിക? ഒന്ന് പറഞ്ഞേ. പറഞ്ഞു എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മറന്നുപോയല്ലോ. കിട്ടിപ്പോയി. വില്ലുണ്ട്, പക്ഷെ ഞാനില്ല കെട്ടാൻ. എന്താ ആൻസർ? ഒന്ന് പറഞ്ഞേ. ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മമ്മി എന്താ ചെയ്യണേ? ഇത് തുണി സോപ്പ് വെള്ളത്തിൽ നനച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തുണിയിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോവും. മനസ്സിലായോ? അതിന്റെ കയ്യിലും അതിന്റെ മുഖത്തും ഒക്കെ എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടാവും. അതാണ് അവനിങ്ങനെ നക്കി തുടച്ച് വൃത്തിയാക്കുന്നത്. പിങ്കിമോൾ ഇവിടെ നിന്ന് അവനെ നോക്കിക്കോട്ടോ. മമ്മി പോയി അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച അഴുക്ക് വേഗം പോകുമെന്ന് മമ്മി പറഞ്ഞല്ലോ. എടാ സുന്ദരിപ്പൂച്ചേ, ഞാൻ നിന്നെ എളുപ്പം വൃത്തിയാക്കി തരാം. മാമ ഒരു സെക്കൻഡേ. ആരെയാ വിളിക്കണേ? ഇത് മാമന്റെ ഒരു ഫ്രണ്ടാണ്. എന്തിനാ? നിനക്കിത് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ കണ്ടല്ലോ. എന്ത്? താമത്തെ പ്ലീസ് ഒറ്റ ഒരു പ്രാവശ്യം പിങ്കിമോള് തന്നാ മതിയോ? പോയിരുന്ന് പഠിക്കാൻ നോക്ക്.